ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തെരച്ചിൽ തുടരുന്നു. കരനാവികസേനയുടെ നേതൃത്വത്തിലാണ് പരിശോധന നടക്കുന്നത്. ഗംഗാവാലി പുഴയുടെ മധ്യഭാഗത്ത് നാവികസേനയുടെ നേതൃത്വത്തിൽ തെരച്ചിൽ തുടരുകയാണ്. ഇതിന്റെ ആകാശ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച ന്യൂസ് മലയാളം സംഘത്തെ പോലീസ് തടഞ്ഞു. ഡ്രോൺ പിടിച്ചെടുക്കാനും കർണാടക പോലീസ് ശ്രമിച്ചു. ഇതിന് പ്രദേശത്ത് ഡ്രോൺ പറത്തുന്നതിന് വിലക്കും ഏർപ്പെടുത്തി. मेरा प्रॉब्लम नहीं है, वो मेरा साहब ಇವರೇ ಡ್ರೋನ್ ಬಿಡ್ತಾರಲ್ಲ, ಇಲ್ಲಿ ನೀವು ನೋಡಿಲ್ಲ, ಅಲ್ಲಿ ಕುತ್ಕೊಂಡು ಇಲ್ಲಿಂದ ಬಿಡ್ತಿದ್ದಾರೆ. ನೀವು ಅಲ್ಲೇ ನೋಡ್ತಿದ್ರಿ, ಅಲ್ಲಿ ಉಳುವರಿಂದ ಬಿಡ್ತಾರ ಅವರು. ಉಳುವರಿಂದೆಲ್ಲ ಬಂದ್ ಮಾಡಿ ಇಲ್ಲಿ ಬಂದ. हाँ, हम उधर जाके उसको उधर है ना, उधर से पूरा ड्रोन चलता है. हम लोग उधर से इधर आया, उधर से ड्रोन चलता है ना, उसको बोलेंगे उधर परमिशन नहीं है, तुम ड्रोन चाहिए कि वो परमिशन नहीं है, वो बोलेंगे, उसको वार्न करके इधर आओ. हम लोग को भी नहीं उधर नहीं. നിലവിലെ പരിശോധനയിൽ തൃപ്തിയുണ്ടെന്ന് അർജുന്റെ ബന്ധു ജിതിൻ. കരനാവികസേനകളുടെ സംയുക്ത പരിശോധനയിൽ പ്രതീക്ഷയുണ്ടെന്നും ജിതിൻ പറഞ്ഞു. ഇന്നെന്തായാലും എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്ക് അറിയില്ല, എല്ലാ ദിവസവും നമ്മൾ വരുമ്പം ഓരോ പ്രതീക്ഷയായിട്ട് തന്നെയാണ് വരുന്നത്. പക്ഷേ ആദ്യത്തെ 4 ദിവസം ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടി ഇപ്പോൾ നമ്മളതിൽ വിശ്വാസം പുലർത്തുന്നുണ്ട്. നിലവിൽ നടക്കുന്ന രക്ഷാപ്രവർത്തനം സജീവമാണെന്ന് മഞ്ചേശ്വരം MLA KM അഷ്റഫും പറഞ്ഞു. നമ്മളെ ഈ തട്ടുകടയില്ലേ കൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ ആ തട്ടുകടയുടെ താഴെയാണ്. കാരണം അത് അന്ന് മുതൽ ഇപ്പോൾ നമ്മൾ വരുമ്പോൾ നമുക്കൊരു കാഴ്ചപ്പാടുണ്ട്. നമ്മളെ രക്ഷാപ്രവർത്തകർ, അർജുൻ്റെ ഫാമിലി, നമ്മളെ GPS-ൻ്റെ സിഗ്നൽ, നമ്മളെ മൊബൈൽ ടവറിൻ്റെ അവസാന ലൊക്കേഷൻ വെച്ചിട്ട് നമ്മൾ ഈ കരയിലുണ്ടായിരുന്ന മണ്ണ് നീക്കം ചെയ്യാനാണ് നമ്മളൊക്കെ വാശി പിടിച്ചത്. അതിൽ ഞാനും ഉണ്ട്, കേരളത്തിൻ്റെ ഒരു MLA എന്ന നിലയ്ക്ക്. അപ്പോഴൊക്കെ നമ്മളോട് ഇവിടുത്തെ MLA സതീഷ് ശൈലാണെങ്കിലും SP ആണെങ്കിലും കലക്ടറാണെങ്കിലും അവരൊക്കെ പറഞ്ഞത്, സർ അവിടെ അല്ല, ഈ പിന്നെ പുഴയുടെ സൈഡിൽ നിന്ന് അവർ പറഞ്ഞുകൊണ്ടേയിരുന്നു. നമ്മൾ ആ സമയത്തൊന്നും അവർ പറയുന്നതിനെ ഗവനിക്കാൻ ഞങ്ങൾ പറയുന്ന ആവശ്യം പരിഗണിക്കുക. അത് കഴിഞ്ഞു. ഇപ്പോൾ അവർ ഹാപ്പിയാണ്. അവർ പറയുന്നത് എന്ത്, ഇവിടെ ഇന്ന് എന്തായാലും കിട്ടും സർ, ഞങ്ങൾ തുടക്കത്തിലെ പറഞ്ഞിട്ടില്ലെന്ന് അവർ പറയുന്നുണ്ട്. ഇപ്പോൾ രാജധാനി ട്രെയിൻ, ഒരു ഡ്രോൺ ഇന്ത്യൻ ആർമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ഇന്നലെ വിമാനത്തിൽ കൊണ്ടുവരാൻ സമ്മതിച്ചില്ല. ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പെർമിഷൻ കൊടുത്തില്ല. അതിപ്പോൾ രാജധാനിയിൽ കയറ്റിയിട്ടുണ്ട്, അതുകൂടി എത്തും. അവരെല്ലാ സംവിധാനം, ഞാൻ ഇപ്പോഴും അവിടെ ആ ചുമതലയുള്ള ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിക്കും പറയുന്നത്, സർ നിങ്ങളെക്കാളും ഞങ്ങൾക്കാണിതിപ്പോൾ ഞങ്ങളൊരു സ്റ്റേറ്റാണ് പരാജയപ്പെടുന്നത്, ഞങ്ങളാണ് തോൽക്കുന്നത്, ഞങ്ങൾക്ക് എന്തായാലും ഇത് ഇന്നത്തോടു കൂടിയിട്ട് റിസൾട്ട് ഉണ്ടാക്കുന്നൊരു വാശിയിലാണ്. അത് നമ്മുടെയൊക്കെ പ്രാർത്ഥനയ്ക്ക് നമ്മുടെ പ്രതീക്ഷ. കൂടുതൽ വിവരങ്ങളുമായി ശിരൂരിൽ നിന്നും നിഖിൽ ചേരുന്നുണ്ട്. നിഖിൽ, ഇപ്പോൾ വ്യോമസേന ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടക്കുകയാണെന്നാണ് അറിയാൻ കഴിയുന്നത്. ബൂം മെഷീൻ അടക്കമുള്ള സജ്ജീകരണങ്ങളും അവിടെ എത്തിച്ചിട്ടുണ്ട്. വ്യോമസേനയുടെ നേതൃത്വത്തിൽ ഡ്രോൺ ഉപയോഗിച്ചും തെരച്ചിൽ നടത്തുമെന്നുള്ള വിവരങ്ങളൊക്കെ ലഭ്യമാണ്. നിലവിൽ ഏത് രീതിയിലാണ് പരിശോധന നടക്കുന്നത്? അതുപോലെ തന്നെ നേരത്തെ മാധ്യമങ്ങളുടെ നമ്മുടെ അടക്കം ഡ്രോണ് അവിടെ പറത്തുന്നതിൽ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. അതും ഇപ്പോൾ ഏത് രീതിയിലാണ് അതിൽ പിന്നീടുള്ള നടപടികൾ ഉണ്ടായിട്ടുള്ളത്? ഏതായാലും ബൂം ഉപയോഗിച്ചുകൊണ്ടുള്ള മണ്ണെടുപ്പ് ഇപ്പോഴും ഇവിടെ തുടരുകയാണ്. ആ മണ്ണ് നീക്കി പരിശോധന നടത്തുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോഴും ഒരു 20 മീറ്ററോളം കൈയുടെ നീളമുള്ള ബൂമർ ഉപയോഗിച്ച് മണ്ണ് മാറ്റുന്ന പ്രവൃത്തിയാണ് നടക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണാമെന്ന് കരുതുന്നു. ആ മണ്ണ് മാറ്റി അവിടെ പരിശോധന നടത്തുകയാണ്. ഈ പുഴയോട് ചേർന്ന ഭാഗത്ത്, അതായത് പുഴയുടെ നടുവിലല്ലാതെ ലോറി ഉണ്ടാകാനുള്ള അവസാന സാധ്യത എന്ന നിലയിൽ തന്നെയാണ് പുഴയുടെ കരയോട് ചേർന്ന ഈ ഒരു ഭാഗത്തെ കാണുന്നത്. എതിർദിശയിൽ, റോഡിന്റെ എതിർദിശയിൽ വണ്ടി പാർക്ക് ചെയ്തിരുന്നു എന്നതാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ലോറി വീണിരിക്കാനുള്ള ഒരു സാധ്യത ഉള്ള പ്രദേശമാണ് ഈ മണ്ണ് മൂടിക്കിടക്കുന്ന 15 അടിയോളം മണ്ണ് മൂടിക്കിടക്കുന്ന ഈ പ്രദേശം. അവിടെയാണ് ഈ കരയോട് ചേർന്ന ഭാഗത്ത് ലോറി കണ്ടെത്താനുള്ള അവസാന സാധ്യത നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഇപ്പോൾ ഈ ബൂം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയിലേക്ക് കടക്കുന്നത്. പരമാവധി മണ്ണ് നീക്കി തന്നെ അവിടെ പരിശോധന നടത്തുകയാണ്. ഒപ്പം റഡാർ ഉൾപ്പെടെ എത്തിച്ചുള്ള, ഡ്രോൺ ഉൾപ്പെടെ എത്തിച്ചുള്ള പരിശോധനകളിലേക്ക് കൂടി കടക്കുമെന്ന് വ്യക്തമായിട്ടുണ്ട്. നാളെ അത് ആരംഭിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. നാളെയാണ് ഡ്രോണ് ഇവിടേക്ക് എത്തിക്കാൻ സാധിക്കുക എന്ന് മനസ്സിലാക്കുന്നു. ഗോവയിൽ നിന്ന് വിമാനമാർഗമാണ് എത്തിക്കുന്നതെന്നും
മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള പരിശോധനകളും ഒരു വശത്ത് നടക്കും. പക്ഷേ വലിയ പ്രതീക്ഷ ഈ തിരച്ചിൽ നടത്തുന്ന സംഘം ഇന്ന് ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു അന്തിമമായ സൂചന കണ്ടെത്താനാകുമെന്ന തരത്തിൽ രാവിലെ മുതൽ പങ്കുവയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ബൂം ഉപയോഗിച്ച് തിരച്ചിൽ നടക്കുന്ന പ്രദേശത്ത് നിന്ന് ലോറി കണ്ടെത്താനാകുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. ആ പ്രതീക്ഷയിലാണ് ഇപ്പോൾ വളരെ സജീവമായി തന്നെ തെരച്ചിൽ നടക്കുന്നത്. ഉച്ചവരെ ഈ നേവിയുടെയും സൈന്യത്തിന്റെയും സംയുക്തമായ പരിശോധന പുഴയിലും നടന്നിരുന്നു. പുഴയുടെ നടുവിലുള്ള ആ മൺതിട്ടയുണ്ട്. ആ മൺതിട്ടയുടെ മുകളിൽ ഉൾപ്പെടെ പരിശോധനകൾ നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഇനി കണ്ടെത്താനാവാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അവസാനമായി ഈ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയിൽ ലോറിയുടെ സ്ഥാനം ലൊക്കേറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഇനിയുള്ള പ്രതീക്ഷ. പക്ഷേ ഈ പ്രതീക്ഷകൾക്കൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ന് 9ാമത്തെ ദിവസമാണ് ഈ ലോറി കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഈ പരിശോധനകൾ നടത്തുന്നത്. ഈ ബൂം ഉപയോഗിച്ചുള്ള ഇന്നത്തെ പരിശോധന അത് എത്രത്തോളം ഫലം കാണും എന്ന കാര്യം തന്നെയാണ് ഏതായാലും ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യവും. അതിനൊപ്പം സ്വാതി നേരത്തെ പറഞ്ഞതുപോലെ ഈ ഡ്രോൺ പറത്തുന്നതിന് വലിയ രീതിയിലുള്ള ഒരു നിയന്ത്രണത്തിലേക്ക് പോലീസ് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഡ്രോണുകൾ ഉപയോഗിച്ച് ഇവിടുത്തെ ദൃശ്യങ്ങൾ പകർത്തരുത് എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറയുകയാണ്. നമ്മുടെ ഡ്രോൺ കസ്റ്റഡിയിൽ എടുക്കുന്നതിനുൾപ്പെടെയുള്ള ശ്രമമുണ്ടായി. ഏതായാലും അത്തരത്തിലുള്ള വിലക്കുകളും പോലീസ് നടത്തുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് കാലാവസ്ഥ വളരെ അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതുവരെയും. ഇപ്പോൾ ഈ പ്രദേശത്ത് ശക്തമായ കാറ്റ് വീശുന്നുണ്ടെങ്കിൽ പോലും അത് അങ്ങനെ ഈ തെരച്ചിൽ പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന വിധത്തിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ശരി നിഖിൽ, PK സരീഷ് കൂടി ശിരൂരിൽ നിന്നും ചേരുന്നുണ്ട്. സരീഷ്, ഇപ്പോൾ നിഖിൽ പറഞ്ഞത് കാലാവസ്ഥ വീണ്ടും മോശമാണ്, വലിയ രീതിയിൽ കാറ്റുണ്ട്. ഇത് രക്ഷാപ്രവർത്തനത്തിന് എത്രത്തോളം വെല്ലുവിളിയാണ്? അതുപോലെ തന്നെ ആ ഒരു സിഗ്നൽ കണ്ടെത്തിയ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോഴും ഈ ഒരു ബൂം ഉപയോഗിച്ചുള്ള പരിശോധന ആ സിഗ്നൽ കണ്ടെത്തിയ ഭാഗം കേന്ദ്രീകരിച്ചാണോ നടത്തുന്നത്? എന്താണ് അവിടെ നിന്നുമുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? മണ്ണടിഞ്ഞു കൂടിയിട്ടുള്ളത് ആ മേഖല കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇപ്പോഴും പരിശോധന നടന്നുകൊണ്ടേയിരിക്കുന്നത്. ബൂം കൃത്യമായി താഴേക്ക് ഇറക്കുന്നു. ആ അടിഞ്ഞുകൂടിയിട്ടുള്ള മുഴുവൻ മണ്ണും മാറ്റുന്നു. നേരത്തെ എവിടെയാണോ ഈ അടിത്തട്ടുണ്ടായിരുന്നത്, അതായത് പുഴ ഇപ്പോൾ ദിശ മാറി ഒഴുകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ മേഖലയിലേക്ക് കൃത്യമായി ബൂം എത്തിച്ച് നമുക്ക് ദൃശ്യങ്ങളിൽ കൃത്യമായി കാണാം. പുഴയുടെ അടിത്തട്ടിൽ പോലും ബൂം എത്തിച്ച് കൈവരി എത്തിച്ച് അത് മണ്ണ് നീക്കി പ്രവർത്തിക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത് MLA അല്പം മുമ്പ് പറഞ്ഞത് ഇവിടെ കൃത്യമായ പരിശോധന നടക്കുകയാണെങ്കിൽ ഇന്ന് വൈകിട്ട് കൊണ്ടോ അല്ലെങ്കിൽ ഇന്ന് രാത്രിയോ ഒരു ഗുണകരമായ മറുപടി ഉണ്ടാകും എന്ന് തന്നെയാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് ഏറെ വൈകിയും ഈ രക്ഷാപ്രവർത്തനം തുടരും എന്നുകൂടി അവർ പറഞ്ഞു വെക്കുകയാണ്. എന്തായാലും വലിയ പ്രതീക്ഷയോടെയാണ് ഈ മേഖലയിൽ നിന്നുമുള്ള പരിശോധനകൾ നടന്നുകൊണ്ടേയിരിക്കുന്നത്. ഈ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഭൂമി ഉപയോഗിച്ച് അവിടെ വലിയ കുഴിയുണ്ടാക്കുന്നത് അത് നേരത്തെ തന്നെ മാർക്ക് ചെയ്ത സ്ഥലമാണ്. ആ മാർക്ക് ചെയ്ത സ്ഥലത്ത് മാത്രം കേന്ദ്രീകരിച്ചാണ് പരിശോധന നടക്കുന്നത്. കാരണം ഓപ്പോസിറ്റ്, അതായത് കടയ്ക്ക് നേരെ എതിർവശമാണ് വാഹനം പാർക്ക് ചെയ്തിരിക്കുന്നത് എന്ന് നേരത്തെ പറഞ്ഞതാണ്. ആ വാഹനം അവിടെയാണ് പാർക്ക് ചെയ്തതെന്ന് ദൃക്സാക്ഷിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അതിന് നേരെ എതിർവശത്ത് മഴയുടെയും ആ മണ്ണൊലിപ്പിന്റെയും ഭാഗമായി ഈ താഴേക്ക് വരികയാണെങ്കിൽ എവിടെയാണോ പതിക്കാനുള്ള സാധ്യത അത് കൃത്യമായി മാർക്ക് ചെയ്യുന്നു, അവിടെ പരിശോധന നടത്തുന്നു. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ ബൂം ഉപയോഗിച്ച് അവിടെ മാത്രം കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നത്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ആ പരിശോധന പൂർത്തിയാവുമെന്നാണ്, കുഴിയെടുക്കുന്ന പരിശോധനയാണ് നടക്കുന്നത്. ഇനി അവിടെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ വലതുഭാഗത്തും ഇടതുഭാഗത്തും 10 മീറ്റർ വ്യത്യാസത്തിൽ വീണ്ടും സമാനമായ രീതിയിൽ പരിശോധന നടത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ MLA പറഞ്ഞിട്ടുള്ളത്. എന്നാലും ഇന്ന് രാത്രി ഏറെ വൈകിയുമുള്ള പരിശോധന കൃത്യമായി ഇവിടെ നടക്കും. അതിനനുസരിച്ചായുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഈ പുഴയിൽ നിന്നും പുഴക്കരയിൽ നിന്നുമുള്ള മണ്ണ് ഇങ്ങോട്ടേക്ക് മാറ്റുന്നുണ്ട്. ആ മാറ്റുന്ന മണ്ണ് കൃത്യമായി മറ്റ് ഇറ്റാച്ചികളും JCBയും ഉപയോഗിച്ച് നീക്കം ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അതോടൊപ്പം തന്നെ റഡാർ ഉൾപ്പെടെയുള്ളവ നാളെ എത്തിക്കുന്നുണ്ട്. റഡാറും ഒപ്പം തന്നെ മറ്റ് യന്ത്ര സാമഗ്രികളും ഈ മേഖലയിലേക്ക് എത്തിക്കുന്നുണ്ട്. നാളെ ഡ്രോൺ ഉൾപ്പെടെയുള്ളവ എത്തിച്ചു. വ്യോമ മാർഗം എത്തിക്കാൻ സാധിക്കാത്തതിനാൽ റെയിൽ മാർഗമാണ് ഈ വാഹനം എത്തിക്കുന്നത്. തീർച്ചയായും ആ വാഹനം കൂടി അല്ലെങ്കിൽ ആ ഉപകരണം കൂടി ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ തീർച്ചയായും വലിയ രീതിയിലുള്ള ഗുണം ചെയ്യുന്ന റിസൾട്ട് ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ നിന്നും മാറ്റുകയാണ്. കാരണം മേഖലയിൽ ശക്തമായ മഴയ്ക്ക്
സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകളെ ഇങ്ങോട്ടേക്ക് ഇവിടെ നിന്നും മാറ്റുകയാണ്. എന്തായാലും വലിയൊരു ഗുണം ചെയ്യുന്ന ഒരു പരിശോധന തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് വ്യക്തമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ബൂം ആദ്യഘട്ടം തന്നെ പറഞ്ഞിരുന്നത് ഈ മേഖലയിൽ ബൂം എത്തിച്ച് പരിശോധിക്കണം, ഈ പുഴയിൽ മണ്ണ് എവിടെയാണോ അടിഞ്ഞുകൂടിയിട്ടുള്ളത് അവിടെ ആ മണ്ണ് നീക്കം ചെയ്യണം എന്നാണ് ആദ്യഘട്ടം മുതൽ ആവശ്യപ്പെട്ടിരുന്നത്. തീർച്ചയായും ശരി സരീഷ്, ഇപ്പോൾ ശിരൂരിൽ വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബൂം മെഷീൻ എത്തിച്ചാണ് രക്ഷാപ്രവർത്തനം തിരച്ചിൽ നടക്കുന്നത്. വ്യോമസേന ഉദ്യോഗസ്ഥരും സ്ഥലത്തുണ്ട്. നാളെ മുതൽ വ്യോമസേനയുടെ നേതൃത്വത്തിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള തിരച്ചിലും നടത്തും. 3 സേനകളും സംയുക്തമായിട്ട് ആണ് പരിശോധന നടക്കുന്നത്. ആ വിവരങ്ങളാണ് PK സരീഷും നിഖിലും നൽകിയത്. ശിരൂരിൽ മണ്ണിനടിയിൽ കുടുങ്ങിയ അർജുനെ രക്ഷിക്കാൻ ഇടപെടൽ തേടിയുള്ള ഹർജി ഹൈക്കോടതി ഓഗസ്റ്റ് 1 പരിഗണിക്കാൻ മാറ്റി. രക്ഷാപ്രവർത്തനത്തിന്റെ തൽസ്ഥിതി റിപ്പോർട്ട് കേന്ദ്ര സർക്കാരും കർണാടക സർക്കാരും കൈമാറി. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ഷബ്ന സിയാദാണ് ചേരുന്നത്. ഷബ്ന, ശിരൂരിൽ രക്ഷാപ്രവർത്തനം വലിയ കാര്യക്ഷമമായി തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു ഹർജി ഹൈക്കോടതിയിൽ വന്നിരിക്കുന്നത്. നിലവിൽ ഇക്കാര്യത്തിൽ എന്താണ് അവിടെ നിന്നുള്ള വിവരം? സുപ്രീം കോടതി അഭിഭാഷകനായ സുഭാഷ് ചന്ദ്രനാണ് സുപ്രീം കോടതിയിൽ ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ച് ഹർജി നൽകിയിരുന്നത്. സുപ്രീം കോടതിയാണ് കർണാടക ഹൈക്കോടതിയോട് ഈ വിഷയം അടിയന്തരമായി പരിഗണിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയം ഗൗരവമുള്ളതാണ് എന്ന് കർണാടക ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുകയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് രക്ഷാപ്രവർത്തനം സംബന്ധിച്ചുള്ള വിവരങ്ങൾ വിശദമാക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. തുടർന്നാണ് ഇന്നിപ്പോൾ ഈ റിപ്പോർട്ട് സമർപ്പിച്ചത്. ഈ തൽസ്ഥിതി റിപ്പോർട്ട് എന്താണ് എന്നത് സംബന്ധിച്ച് വിശദമാക്കാനായിരുന്നു ആവശ്യം. അവിടെ നടക്കുന്ന രക്ഷാപ്രവർത്തനങ്ങളെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഇന്ന് വെവ്വേറെ റിപ്പോർട്ട് സമർപ്പിച്ചു. ഏതായാലും ഈ വിഷയം ഓഗസ്റ്റ് 1 പരിഗണിക്കാനായി കോടതി ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. ശരി ഷബ്ന, ശിരൂരിൽ രക്ഷാപ്രവർത്തനം നടക്കുന്നതിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ ആണ് സുപ്രീം കോടതി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓഗസ്റ്റ് 1 അത് പരിഗണിക്കാൻ വേണ്ടിയും മാറ്റിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിന്റെ തൽസ്ഥിതി റിപ്പോർട്ട് കേന്ദ്ര സർക്കാരും കർണാടക സർക്കാരും കൈമാറിയിട്ടുമുണ്ട്. ആ വിവരങ്ങളാണ് ഷബ്ന സിയാദ് നൽകിയത്.